സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് നടപടി സ്വീകരിക്കേണ്ട എന്നാണ് ഒടുവിലത്തെ തീരുമാനം. ചെറിയൊരു താക്കീത് എങ്കിലും പ്രതീക്ഷിച്ചു എല്ലാവരും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. തരൂരിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് ആ വിഷയത്തിൽ നിന്ന് കൈയെടുത്തിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിൽ അത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്താണ് സാർ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ഈ കോൺഗ്രസ്സുകാർക്ക് ആലോചിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് തരൂർ പറയുന്നത്. സാധാരണ കോൺഗ്രസ്സുകാരനല്ലല്ലോ തരൂർ. പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയുണ്ടല്ലോ കോൺഗ്രസ്സുകാർക്കല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും. അതെ, അതിൽ നിന്ന് വിഭിന്നനാണ് ശശി തരൂർ. ശശി തരൂർ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചില്ലേ? അന്നും കോൺഗ്രസിനകത്ത് വലിയ കൊടുവാളും എടുത്തുകൊണ്ടിറങ്ങിയില്ലേ തരൂരിന് എതിരെ? തരൂരിനെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ് നടന്നത് ആരായിരുന്നു? കേരളത്തിലെ കോൺഗ്രസ്സുകാരായിരുന്നു. തരൂരിന് വളരെ വലിയ രീതിയിൽ തന്നെ വോട്ട് കിട്ടിയില്ലേ? ഇവിടുന്നല്ല കിട്ടിയത്. ഇവിടെ അദ്ദേഹത്തെ KPCC ഓഫീസിലൊന്നും കയറ്റുന്നില്ല. ഒരു നല്ല എതിരാളിയാണെന്ന് തെളിയിച്ചു. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ സ്വീകരണമാണല്ലോ തരൂരിന് കിട്ടിയത്. അന്ന് ഇവർ തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമായിരുന്നു. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുമായിട്ട് പാർലമെൻറ്റിൽ ഇരിക്കാമായിരുന്നു. അപ്പോൾ ഇവർക്ക് നന്നാകാനൊന്നുമല്ല താല്പര്യം. ഇവർക്ക് ഇതിങ്ങനെ ഈ അവരുടെ ആ നെഹ്റു കുടുംബത്തിനകത്ത് തന്നെ നിൽക്കണം. പക്ഷെ സാർ, അവർ ഹൈക്കമാൻഡ് തരൂരിനെ ഭയപ്പെടുന്നുണ്ടോ? തരൂരിനെ ഭയപ്പെടുമെന്ന് ചോദിച്ചാൽ തലയിൽ ആൾതാമസമുള്ള ഒരാളെ പിന്നെ ഭയക്കത്തില്ല. ഉള്ളവരെല്ലാം കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് എന്തായിരുന്നു? പിന്നെ ഈ പെട്ടിയെടുപ്പുകാരന്മാരും ഒക്കെ അല്ലേ. നമ്മൾ KV തോമസിനെ എന്താ പറഞ്ഞ തിരുത തോമസ് അല്ലേ? തിരുത. ഇതും കൊണ്ട് എവിടെ വരെ പോകുമായിരുന്നു? സോണിയാഗാന്ധിയുടെ അടുക്കള വരെ പോകുമായിരുന്നു. ഇതൊക്കെ തന്നെ. തരൂരിനെ അങ്ങനെ കിട്ടത്തില്ല. തരൂർ വേറൊരു പ്രൊഫൈലല്ലേ നിൽക്കുന്നത്, അക്കാഡമിക് പ്രൊഫൈല്. അതുകൊണ്ടൊക്കെയാണ് ഈ യൂത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമൊക്കെ വലിയ പിന്നെ ആരാധന കഥാപാത്രമല്ലേ ഈ തരൂരെന്ന് പറയുന്നത്. അതാണല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇപ്പോഴും 4ാം തവണയും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനൊന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞു കൊള്ളട്ടെ കേട്ടോ. എന്തെങ്കിലും പ്രശാന്തും തിരുവനന്തപുരത്തുകാരനാണ്. ഒരു MP എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു തിരുവനന്തപുരത്തുകാരൻ കൂടിയായ എനിക്കും പരാതിയുണ്ട്. അദ്ദേഹം വേണ്ട വിധത്തിൽ പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ പാവം പിടിച്ച ഒരു കരാർ തൊഴിലാളി ജോയി ഈ നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിലെ ആ മാലിന്യത്തിനകത്ത് കിടന്ന് പിന്നെ ശ്വാസം മുട്ടി മരിച്ചപ്പോഴേ ഇദ്ദേഹം എവിടെയോ ഇരുന്നു കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയോ തൊഴുകയോ ഏതാണ്ടോ ചെയ്തതെന്നും പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് അത് ചുരുട്ടി കൂട്ടി നിങ്ങളുടെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു അല്ലേ? അതാണ് ചെയ്തത്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരം പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. അതിന് വേറെ കാര്യമുണ്ട്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ടല്ലോ, ഏത് MP ഉണ്ട് ഇവിടുത്തുകാരായിട്ടുണ്ടായിട്ടുള്ളത്? ചാൾസും ഉണ്ട്, VS ശിവകുമാറും ഉണ്ട്, നീലലോഹിതദാസൻ നാടാര്. പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഹിന്ദിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെൻറ്റേറിയനായിരുന്നു ചാൾസ്. പിന്നെ എഴുന്നേക്കുമായിരുന്നു കേട്ടോ പാർലമെൻറ്റിൽ. എന്തിനാണെന്നറിയാമോ? മുണ്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇന്നസെൻ്റ് അങ്ങനെ അല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഇന്നസെൻ്റ് പാൻറ് ഇട്ടുണ്ടായിരുന്നു പോകുന്നത്. ചാൾസിൻ്റെ കാലത്ത് അത്രയും പാൻസ് എല്ലാവരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. പിന്നെ അത് അപ്പോൾ പിന്നെ ആരുണ്ട്? ബാക്കി എല്ലാ പന്ന്യൻ രവീന്ദ്രൻ ഇടയ്ക്ക് ജയിച്ചു പോയതാണ്. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ കൊണ്ടുവരും. പണ്ട് ഏറെക്കാലം ഹൈക്കോടതി ബെഞ്ചിൻ്റെ പേരിലായിരുന്നു. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്നും പറഞ്ഞു. എവിടെ ഇപ്പോൾ അത് കേൾക്കാനേ ഇല്ലല്ലോ. അതെ. തരൂരും പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കാനില്ല. തരൂർ എന്തെല്ലാം പറഞ്ഞു? തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു. 2009 മത്സരിക്കാൻ വന്നതാ. കോൺഗ്രസ്സുകാർ തന്നെ അന്നേരം തന്നെ വാളെടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രാഭവം കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാരിൽ എപ്പോഴും ഏത് നേതാവിനും കോൺഗ്രസിനകത്ത് ശത്രുക്കളുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ സാർ, കോൺഗ്രസിന്റെ കൂടി വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്? കോൺഗ്രസിന്റെ വോട്ടുണ്ട്. അതുകൊണ്ടെന്താ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലെങ്കിലും
കോൺഗ്രസിന്റെ മേൽവിലാസം ഇല്ലാതെ തന്നെ തരൂരിനൊരു മേൽവിലാസം ഉണ്ടെന്നുള്ളത് ഉണ്ട്. പക്ഷെ അത് പോരല്ലോ തെരഞ്ഞെടുപ്പിൽ അത് ജയിക്കാൻ. അത് പോരാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, യൂത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ തീരദേശത്തൊക്കെ ഒരു കോൺഗ്രസിന് പൊതുവെയുള്ള പരമ്പരാഗത വോട്ടുകളുണ്ട്. അതാണ് കഴിഞ്ഞ 4 തവണയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്യല്ലായിരുന്നോ? BJP-യുടെ ഓഫീസിൽ നിന്ന് പിന്നെ കൊടിയെടുത്തുകൊണ്ട് ആഹ്ലാദ പ്രകടനത്തിന് ഇറങ്ങിയില്ല. തീരദേശത്തെ വോട്ടെണ്ണട്ടെ, അപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അവിടെയാണ് ഈ 15,000 വോട്ട് പോയതെന്നുള്ളതാണ്. അത് വേണ്ട രീതിയിൽ, അത് വേറൊരു വിഷയമാണ്, നമുക്ക് അതിലേക്ക് പോകാം. അതിന്റെ പുറകിൽ വേറൊരു രാഷ്ട്രീയം ഉണ്ട്. അത് അപ്പോൾ ഈ തരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചോദ്യം, തരൂരിനെ ഹൈക്കമാൻഡ് ഭയപ്പെടുന്നില്ലേ? ഭയപ്പെടുന്നുണ്ട്. ആ തരൂരിനെ എന്ത് ചെയ്യാൻ കഴിയും? തരൂരിനെ പോലുള്ള ഒരാളെ ഇതിനകത്ത് നിലനിർത്തേണ്ട കാര്യം പാർട്ടിക്ക് തന്നെ ആവശ്യമാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈലുള്ള ഒരാളെ. എന്നാൽ വേണ്ട തരത്തിലുള്ള അംഗീകാരം ഇവർ കൊടുക്കുകയും ഇല്ല എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ ഇത്രയും പ്രൊഫൈലുള്ള ഒരാളിനെ നിലനിർത്തണം എന്നുള്ളത് മാത്രമാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത്? അതോ തരൂരിനെ ഇവിടുന്ന് പുറത്താക്കിയാൽ അടുത്ത നിമിഷം അദ്ദേഹം BJP-യുടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി ആകും? അത് ആർക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത്? കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കും. സച്ചിൻ പൈലറ്റ് എവിടെ? രാജസ്ഥാനില് അല്ലേ? അതെ, സച്ചിൻ പൈലറ്റ് വലിയ പ്രശ്നമല്ലായിരുന്നു. എപ്പോഴും വേണമെങ്കിലും പോകാം. നമ്മുടെ ഗെലോട്ടുമായി. ഗെലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആർത്തി പൂണ്ട് നിൽക്കുന്ന ഒരാളല്ലേ അധികാരത്തിന് വേണ്ടി. പിന്നെ ആയുസ് കുറഞ്ഞു വരികയാണേലും മണ്ടി കരേറുന്നത് മോഹവും എണ്ണിക്കുറയുന്നത് ആയുസ്സും അല്ലേ? അദ്ദേഹത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കളയാൻ തയ്യാറാകുന്നില്ല. രണ്ടും കൂടെ വേണം അല്ലേ? അവിടെ സച്ചിൻ പൈലറ്റ് അല്ലായിരുന്നു ഇദ്ദേഹത്തിന് വലിയൊരു എതിരാളിയായിട്ട്? പൈലറ്റിനെ വിട്ടോ? ഇല്ലല്ലോ. അപ്പോൾ പൈലറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് വലുതായിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇപ്പം മോദി എന്തായാലും പിന്നെ നമ്മുടെ തരൂരിനെ നോട്ടം ഇട്ടിട്ടുണ്ട്. ആ വലയിൽ കുരുങ്ങിയാൽ നമുക്കറിയാമല്ലോ. മോദിയുടെ വലയിൽ കുരുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇത്ര പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ NK പ്രേമേന്ദ്രൻ, അദ്ദേഹവുമായിട്ട് പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയി. എന്തായിരുന്നു ഇവിടുത്തെ CPM-കാർ അന്ന് ഇലക്ഷൻ ടൈം അല്ലായിരുന്നോ? ഹാലിളകിയില്ലേ? ഒരു MP-യെ പ്രധാനമന്ത്രി വിളിക്കുക, ഏത് പാർട്ടി എന്നൊന്നും നോക്കുന്നില്ല, ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചാൽ പോയാലല്ലേ പറ്റുള്ളൂ. പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ചായ കുടിക്കണം, അല്ലെ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നു, അതിനെന്താ തെറ്റ്? പക്ഷേ അതേ പ്രേമേന്ദ്രൻ തന്നെ പിറ്റേ ദിവസം പാർലമെന്റിൽ ചെന്നിട്ട് മോദിക്കെതിരെയും BJP-ക്കെതിരെയും ശക്തമായി പ്രസംഗിച്ചു. അല്ല സാർ, പ്രേമേന്ദ്രനെയും നമുക്ക് ശശി തരൂരിനെയും ഇതിനകത്ത് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ അല്ല, കമ്പയർ ചെയ്തെന്ന് വെച്ചാൽ രണ്ടുപേരും പ്രാഗൽഭ്യമുള്ളവരാണ്. അത് പ്രേമേന്ദ്രന്റെ കഴിവെന്ന് പറഞ്ഞാൽ പാർലമെന്റിലും ഉണ്ട്, മണ്ഡലത്തിലും ഉണ്ട്. ശശി തരൂരിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അത് പാർലമെന്റിലും അല്ലാതെ പൊതു ഇടങ്ങളിലെ പ്രഭാഷണ വേദികളിലും ഒക്കെയുള്ളൂ. മണ്ഡലത്തിന് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ, പൊതു ഇടങ്ങളിൽ ജനപ്രീതി നേടിയിട്ടുള്ള ഒരാളെ നിലനിർത്തണമെന്ന് കോൺഗ്രസിന് താല്പര്യമുണ്ട്. അതിന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒന്നും കൊടുക്കത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവർ മത്സരമില്ലാതെ തന്നെ പോകാമായിരുന്നല്ലോ. ഈ 90-95 വയസ്സുള്ള ഖാർഗെ കൊണ്ടിരുത്തിയിട്ട് എന്ത് കാര്യം? സാർ, അങ്ങ് പറയുന്നത് ഈ തരൂരിനെ ശത്രുവാക്കി പുറത്താക്കി, പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കിയാൽ തരൂര് വല്ലാതങ്ങ് വളരും. അതിനേക്കാളും നല്ലത് സ്വന്തം പാളയത്തിൽ തന്നെ നിർത്തി പതുക്കെ നിർജീവമാക്കുക. ആ ഒരു തന്ത്രമല്ലേ ഹൈക്കമാൻഡ് പയറ്റുന്നത്? നിർജീവമാക്കണമെന്ന് അവർ വിചാരിക്കും. തരൂരിനെ അങ്ങനെ നിർജീവമാക്കാൻ പറ്റത്തില്ല, സാധിക്കില്ലെന്ന് ഞാനതല്ലേ പറയുന്നത്. തരൂരിന് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ഒരു മേൽവിലാസം. ഇപ്പൊ പൊട്ടിച്ച വെടി ഇനിയും തരൂര് പൊട്ടിക്കും. തരൂർ ആവർത്തിക്കും. തരൂര് മുമ്പ് ഇതുപോലുള്ള പല കാര്യങ്ങളിലും പ്രശംസ ചെയ്തു. ആദ്യത്തേതല്ല, ആദ്യത്തേതല്ലല്ലോ, പ്രശംസ ചൊരിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പോ എന്താ പറ്റിയെന്നറിയാമോ? ഇത് കേരളത്തെയും സ്തുതിച്ചു, കേന്ദ്രത്തെയും സ്തുതിച്ചു. അപ്പൊ പലർക്കും ഒരു സംശയം, കൊട്ട് ഹൈക്കമാൻഡിനും കൊടുത്തു, KPCC-ക്കും കൊടുത്തു. CPM-ലേക്ക് പോകുമോ?
BJP-യിലേക്ക് പോകുമോ? ഒരിടയ്ക്ക് തരൂരിനെ 2019 മുതൽ കേൾക്കുന്നതാണ് തരൂര് BJP-യിലേക്ക്. കാരണം 2019 കോൺഗ്രസ്സുകാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ളത്. ഇപ്പോൾ അവർക്കറിയാം വരാൻ പോകുന്നില്ല. ഇനി ഏതായാലും ഈ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ ഇരിക്കുന്ന കാലം വരെയും ഉണ്ടാകത്തില്ല. സർ, കേരളത്തിലെ CPM വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അങ്ങ് പറഞ്ഞതുപോലെ 2019 കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം BJP-യിലേക്ക് പോകുന്നേ എന്നുള്ള പ്രചാരമായിരുന്നു. പക്ഷെ അവരും രക്ഷപ്പെട്ടില്ല. BJP-ക്ക് ഒട്ട് സീറ്റും കിട്ടിയില്ല കേരളത്തിൽ. ആകെ ഇപ്പോൾ സുരേഷ് ഗോപിക്കാണ് ഒരു സീറ്റ് കിട്ടിയത്. അതെ, ഇനിയിപ്പോ ഇതിന്റെ നേട്ടം ഇപ്പൊ കണ്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇനിയും 3ാം വട്ടവും പിണറായി തന്നെ അധികാരത്തിൽ വരും. പിണറായി എന്ന് പറഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രി ആകണമെന്നില്ല, CPM ആയിരിക്കാം എന്നുള്ള രീതിയിൽ തരൂര്. എന്നിട്ട് തരൂരിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. തരൂര് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്. തരൂരിൻ്റെ മഹത്വവും പാണ്ഡിത്യവും തരൂരിൻ്റെ കഴിവും വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ കഴിവുകേട് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതും പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വേഷം കെട്ടി നിൽക്കുകയല്ലേ എല്ലാവരും, അതൊക്കെ അഴിച്ചു വെച്ചേര് പിണറായി തന്നെ. എന്നിട്ട് ഇടയ്ക്ക് തന്നെ നമുക്കറിയാം ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ തരൂര് പോയാലുണ്ടല്ലോ, BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തരൂര് മാത്രമല്ല, അതിനെ തുടർന്ന് വേറെ ഒഴുക്കും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. 2026 ഇവിടെ അത് പലതും സംഭവിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ UDF അധികാരത്തിൽ വരുന്നു എന്ന് കണക്ക് കൂട്ടും. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വലിയ കലഹം നടക്കും. ഇതുവരെ ഉണ്ടാകാത്ത കലഹമായിരിക്കും കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇനിയും 10-15 മാസം ബാക്കി നിൽക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കാര്യത്തോടടുക്കുമ്പോൾ ഉണ്ടാകും VD സതീശന്, പിന്നെ രമേശ് ചെന്നിത്തല, പിന്നെ KC വേണുഗോപാല്, കെ സുധാകരൻ, പിന്നെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിവാദത്തിലേക്ക് ആരും കൊണ്ടുവരുന്നില്ല. പിന്നെ തരൂരിനും മോഹമുണ്ട്. തരൂരിനെ അങ്ങ് മാറ്റി നിർത്തായി. ഇത് ഈ വിഷയം നമ്മൾ അല്ലാതെ തന്നെ ചർച്ച ചെയ്തതാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാതെ നമ്മുടെ അവിടുന്ന് കെട്ടിയിറക്കും, നമ്മുടെ പപ്പുമോൻ കെട്ടിയിറക്കും. ആരെ? നമ്മുടെ KC വേണുഗോപാലിനെ. ചെന്നിത്തലയ്ക്ക് ഈ ഒരു 10-70 വയസ്സായി, ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇല്ല. ഇദ്ദേഹം കളഞ്ഞിട്ട് പോകും, BJP-യിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിനകത്ത് വേറെയും അന്തഛിദ്രം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം എന്തായാലും തരൂർ ഇത് പറഞ്ഞതിന് പിന്നിൽ ചില നീക്കമുണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചെടുക്കണം. കോൺഗ്രസ് തകരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്ന തരൂരിൻ്റെ വാക്കുകളിലൂടെയുള്ള സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.